പുതുപ്പള്ളിയിലുള്ള റബ്ബർ ബോർഡ് ആസ്ഥാനത്താണ് ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള മോഷണം നടന്നത്. 100 പവനിലധികം വരുന്ന സ്വർണ്ണമാണ് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് മോഷണം പോയത്. 4 ക്വാർട്ടേഴ്സുകൾ ലക്ഷ്യമിട്ടാണ് മോഷ്ടാക്കൾ അകത്തേക്ക് കയറിയത്. എന്നാൽ ഈ 2 ക്വാർട്ടേഴ്സ് മാത്രമാണ് പൂർണ്ണമായും തുറക്കാൻ ഈ മോഷ്ടാക്കളെ കൊണ്ട് കഴിഞ്ഞത്. അങ്ങനെ ഈ 2 ക്വാർട്ടേഴ്സിൽ നിന്ന് ഏകദേശം 110 പവനോളം വരുന്ന സ്വർണ്ണമാണ് ഈ മോഷ്ടാക്കൾ കവർന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ക്വാർട്ടേഴ്സ് അതിൻ്റെ 1ാമത്തെ നിലയിൽ നിന്ന് ഏകദേശം 40 പവനോളം വരുന്ന സ്വർണ്ണം ആണ് മോഷ്ടാക്കൾ കവർന്നത്. പോലീസിന്റെ പ്രാഥമികമായ കണക്കനുസരിച്ച് ഏകദേശം 75 പവനോളം സ്വർണം കാണാതായതാണ് കണക്ക്. എന്നാൽ ഇതിലൊരു അന്തിമമായ കണക്കല്ല. കാരണം ഇതിൽ പലരുടെയും നിലവിൽ മോഷണം നടന്നിരിക്കുന്ന വീട്ടിലെ പലരുടെയും വീട്ടുകാരൊക്കെ തന്നെ നാട്ടിലാണ്. അവരൊക്കെ തന്നെ തിരിച്ചെത്തിയാൽ മാത്രമേ ഇതിലൊരു കൃത്യമായ രീതിയിലുള്ള കണക്കിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. Today it has morning it has happened. It is under the control of the police. They are doing the investigations and 2 or 3 places it has happened and until the investigation over we are not in a position to say. It's a very unfortunate thing has happened in the campus first time in this history of. മോഷ്ടാക്കൾ അകത്തേക്ക് കയറാൻ ശ്രമിച്ച ഈ 4 ക്വാർട്ടേഴ്സിലും ഇന്നലെ ആൾത്താമസമില്ലായിരുന്നു. ഇവരിൽ പലരും നാട്ടിലായിരുന്നു. അതിനാൽ തന്നെ ഈ സ്ഥലത്തെപ്പറ്റി ഈ ക്വാർട്ടേഴ്സുകളെ പറ്റി കൃത്യമായ ധാരണയുള്ള ആരോ ആണ് മോഷ്ടാവ് എന്ന നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ പ്രാഥമികമായി പോലീസ് ഉള്ളത്. അതേസമയത്ത് തന്നെ ഈ 4 ക്വാർട്ടേഴ്സുകളിൽ 2 ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഈ സ്വർണം ഉൾപ്പെടെ മോഷണം പോയിരിക്കുന്നത്. മറ്റ് 2 ക്വാർട്ടേഴ്സുകളിലൊക്കെ തന്നെ അലമാര ഉൾപ്പെടെ പൂർണ്ണമായും കുത്തി തുറന്ന നിലയിലാണ് ഉള്ളത്. താഴെ കുത്തി തുറന്ന് അകത്ത് കയറിയിട്ടുണ്ട്. അലമാരകൾ തുറന്ന് ഇട്ടിട്ടുണ്ട്. ഒന്നും അലങ്കോലപ്പെടുത്തിയിട്ടില്ല. പണവും ആഭരണവും സ്വർണവും മാത്രമായിരുന്നു ലക്ഷ്യം. ചെറുതായിട്ട് സൗണ്ട് ഒരു 2 മണിക്കും 3 മണിക്ക് ഇടയ്ക്കൊരു തട്ടുന്ന മുട്ടുന്ന പോലൊരു സൗണ്ട് കേട്ടു. പട്ടി ശബ്ദം ഉണ്ടാക്കുന്ന കേട്ടു. പക്ഷേ അത് ഇങ്ങനത്തെ ഒരു ആണെന്ന് നമുക്ക് തോന്നിയില്ല. ആരെങ്കിലും ഉറങ്ങാത്ത ആൾക്കാരെ ക്വാർട്ടേഴ്സിലാണെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് എഴുന്നേറ്റ് നോക്കിയില്ല. ഞങ്ങളുടെ വീട്ടിലും അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. അവർ കട്ട് ചെയ്യാൻ നോക്കിയിട്ട് അത് നടന്നിട്ടില്ല. ഞങ്ങൾക്ക് വന്നപ്പോൾ ഡോർ ലോക്ക് ചെയ്ത് അൺലോക്ക് ചെയ്ത് തുറന്നപ്പോഴാണ് അറിയാൻ പറ്റിയത് അതിൻ്റെ ആക്സ ബ്ലേഡിൻ്റെ പാടുണ്ട് 2 സൈഡും കട്ട് ചെയ്ത്. പവനോളം സ്വർണ്ണം നഷ്ടപ്പെട്ട ഫോട്ടോസാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മക്കളോടൊപ്പം ചേർന്ന് അവർ വിയറ്റ്നാം ടൂറിലായിരുന്നു. അങ്ങനെ വിയറ്റ്നാമിൽ പോയി തിരിച്ചു വരുന്ന രാവിലെ വരുമ്പോഴാണ് ഇത്തരത്തിൽ മോഷണം നടന്ന കാര്യം പോലും ഇവർ അറിയുന്നത്. ഞങ്ങൾ രാവിലെ വന്ന് 9:30 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ പൂട്ട് പൊട്ടിച്ചിട്ടുണ്ടെന്ന് കണ്ടു. ഞങ്ങൾ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ എൻ്റെ ഹാൻഡ് ബാഗ് എല്ലാം വഴിയിലിങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇത് തോന്നി. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ബെഡ്റൂമിലെ അലമാറി കുത്തി തുറന്ന് എല്ലാം വലിച്ച് വാരി താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാം പോയി. ഞങ്ങൾ 25 വർഷമായിട്ട് താമസിക്കുന്നതായിട്ട് ഇവിടെ വാതിൽ തുറന്നിട്ട് കിടന്നാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു മുട്ടുസൂചി ആരും എടുക്കില്ല. അത്ര സേഫായിട്ടൊരു സ്ഥലമായിരുന്നു. ഞങ്ങൾ ഏറ്റവും അഭിമാനിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. പുറത്തുനിന്ന് ഏത് വണ്ടി വന്നാലും നമ്മുടെ മെയിൻ ഗേറ്റിൽ വരുമ്പോൾ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടേ പോരാൻ പറ്റുള്ളൂ. ബന്ധുക്കൾ വന്നാൽ പോലും അവരുടെ സൈൻ മേടിച്ചിട്ട് കയറ്റുള്ളായിരുന്നു. അപ്പോൾ അത്രയും സേഫായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഇന്ന് ഇങ്ങനെ സംഭവിച്ചത് വളരെ എന്താ പറയുക, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. ഇതാണ് പുതുപ്പള്ളി റബ്ബർ ബോർഡ് ആസ്ഥാനത്തിൻ്റെ മുൻഭാഗം. രാവിലെയും രാത്രിയും ഒരുപോലെ സെക്യൂരിറ്റി കാവലുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ മോഷ്ടാക്കൾ അകത്ത് കയറി ഇത്രത്തോളം വലിയ സ്വർണം കട്ടുകൊണ്ട് പോയതെന്നാണ് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന കാര്യം. എന്തായാലും ഈ മുൻഭാഗത്ത് വലിയ രീതിയിൽ സുരക്ഷയുണ്ട്. പക്ഷേ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പലയിടങ്ങളിലും മതിലുകളൊക്കെ തന്നെ പൊളിഞ്ഞു കിടക്കുകയാണ്. റബ്ബർ എസ്റ്റേറ്റാണ് പലയിടത്തും. അതിനാൽ തന്നെ ആ ഭാഗത്തു കൂടിയൊക്കെ തന്നെ മോഷ്ടാക്കൾക്ക് അകത്തേക്ക് കയറാൻ കഴിയും. ഒരുപക്ഷേ മോഷ്ടാക്കൾ ആ ഭാഗത്തു കൂടി കയറാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്നിരുന്നാലും CCTV ദൃശ്യങ്ങളൊന്നും തന്നെ അകത്തുനിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയത്ത് തന്നെ സമീപത്ത് തന്നെയുള്ള പല CCTV ഒക്കെ തന്നെ ശേഖരിച്ചുകൊണ്ട് ഈസ്റ്റ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ടി, മാതൃഭൂമി ന്യൂസ്.